ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 5 സവാള കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ഉള്ളിവടയ്ക്ക് വേണ്ടി അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുക്കുന്ന ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്ലിറ്റായി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ മാവാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി യൂസ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ച് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ. നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ടെടുത്ത് അതിലേക്കിട്ട് വറുത്ത് കോരണം. അപ്പോൾ അത് ഇതുപോലെ ഒരു ഷേപ്പ് ഉരുളയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഏകദേശം ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിവട ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് നേരം ഇട്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിം ആയിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.